സർവശക്തനായ പരിശുദ്ധ തൃത്വത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ ആഴ്ചയുടെ അവസാനത്തെ ദിവസം, ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസവും കൂടെയാണല്ലോ. നമുക്കൊരുമിച്ച് ദൈവപാദപീഠം അണയുവാൻ ദൈവം അവസരങ്ങളെ നൽകിയതിനായി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം. ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിലുള്ള വന്ദനങ്ങളെ സ്നേഹത്തോടും ആദരവോടും അറിയിക്കുന്നു. ലോകം ഭീതിയിലാണ്ട്, ആശങ്കകളിൽ കുടുങ്ങി, അനിശ്ചിതത്വത്തിൽ മുൻപോട്ട് പോകുന്ന സന്ദർഭങ്ങളാണ്. ഒരുപക്ഷെ ഇത്രത്തോളം കൊടുമ്പിരിക്കൊണ്ട ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ഈ തലമുറ നീങ്ങിയിട്ടില്ലായിരിക്കും എന്നാണ് കരുതുന്നത്. ലോകമെമ്പാടും പലരും പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നു. യാത്രാ വിലക്കുകൾ, ചിലയിടത്തൊക്കെ ഒറ്റയ്ക്കായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോയ മാതാപിതാക്കൾക്ക് തിരികെ എത്തുവാൻ കഴിയാതെ അവർ പ്രയാസത്തിലായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ആശങ്കപ്പെട്ട് കഴിയുന്നു. വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ സമൂഹം നീങ്ങുന്നു. ലോകം മുഴുവനും തന്നെ, ഏതെങ്കിലും ഒരു ദേശത്തോ ഒരു സമൂഹമോ അല്ല, ലോകം മുഴുവനും പൊതുവെ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. കർത്താവ് എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ. മുഖവരയിൽ നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങളെ നിവർത്തിക്കുവാൻ കാലങ്ങൾ അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങൾ, അതാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ പ്ലാനുകളെക്കാൾ, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെക്കാൾ ദൈവത്തിന് പ്രധാനം സാർവലൗകികമായ, പ്രാപഞ്ചികമായ, എന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ മുഴുവനും, അഖിലാണ്ടത്തെ മുഴുവനും ബാധിക്കുന്ന ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങളാണ്. അത് ദൈവം സകല കാലത്തിനും മുമ്പ് തന്നെ പദ്ധതി ചെയ്തതാണ്. അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് ദൈവം സകലത്തെയും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെയായാലും പ്രകൃതിയായാലും നിയമങ്ങളെയായാലും ഒക്കെ. സ്തോത്രം. ഇപ്പോൾ മറ്റൊരു വാർത്തയും കാണുവാൻ കഴിഞ്ഞു. അമ്മയില്ലാതെ ജനിക്കുവാൻ പോകുന്ന ശിശുക്കളെക്കുറിച്ചുള്ള ഒരു വർത്തമാനം നിങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ കാണും എന്ന് എനിക്കറിയാം. സ്തോത്രം. തെക്കിനി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ലബോറട്ടറിയിൽ അമ്മയില്ലാതെ, അമ്മയുടെ ഉദരമില്ലാതെ, അമ്മയില്ലാതെ ലാബിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടാണ് അതേക്കുറിച്ച് കണ്ടത്. എല്ലാം സാങ്കേതിക വിദ്യകളുടെ, എന്താണ് പറയുന്നത്, ടെക്നോളജീസിൻ്റെ, സയൻസിൻ്റെ, ശാസ്ത്രത്തിൻ്റെയൊക്കെ പുരോഗതിയായി കണക്കാക്കുമ്പോഴും സാംസ്കാരികതയുടെ, സാൻമാർഗികതകളുടെ, ദൈവിക സൃഷ്ടി നിയമത്തിൻ്റെ ഒക്കെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന കാര്യങ്ങളായി. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആ വലിയ ബാബിലോൺ നഗരത്തിലെ വിൽപ്പനച്ചരക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പേര് പറയപ്പെട്ടിരിക്കുന്ന മാനുഷദേഹവും മാനുഷപ്രാണനും ഒക്കെ അതിൻ്റെ അക്ഷരീയമായ നിവൃത്തികളിലേക്കും കൂടെ വിരൽ ചൂണ്ടുന്ന വാർത്തകളും വസ്തുതകളുമായി ഇവകളൊക്കെ നിലനിൽക്കുന്നു. ഇവയൊക്കെ കാണുമ്പോൾ നമുക്ക്
മൂക്കത്ത് വിരൽ വയ്ക്കാനോ നെഞ്ചത്ത് കൈവെക്കാനോ നെറ്റിയിൽ കൈവച്ച് വല്ലാതിരിക്കാനോ ഒക്കെ തോന്നും എന്നുള്ളത് സ്വാഭാവികമാണെങ്കിലും തിരുവെഴുത്തുകൾ, ദൈവത്തിൻ്റെ വചനം അറിയാവുന്ന ദൈവമക്കൾക്ക് ഇതെല്ലാം വചനത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ കണ്ട് സന്തോഷിക്കുന്നതിന് വകയുണ്ട്. ആ അവസ്ഥകളിലൂടെ കർത്താവ് നമ്മെ പിന്നെയും വഴി നടത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നല്ലോ. 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഒരാൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ആ വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ച് നമുക്ക് തിരുവെഴുത്തുകൾ ധ്യാനിക്കാം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിനാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സ്തോത്രം. 8-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണികളുമായി ഈ ഭാഗങ്ങളെ നമ്മൾ ബന്ധിപ്പിച്ചിരുന്നു. മനുഷ്യന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാം. ഇന്നലെ നാം ചിന്തിച്ചതുപോലെ ദൂതന്മാരുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി 1-ാം അധ്യായത്തിൽ 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വന്നതിന് ശേഷം ഇടയ്ക്കൊരു ചെറിയ ഖണ്ഡികയെ നമ്മുടെ രക്ഷയുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ട് ലേഖകൻ വീണ്ടും ദൂതന്മാരെക്കുറിച്ചുള്ള പ്രസ്താവനകളിലേക്ക് 5-ാം വാക്യം മുതൽ മടങ്ങി വരികയാണ് 2-ാം അധ്യായത്തിൽ. ഇന്നലെ നാം അതേപ്പറ്റി കണ്ടു. അവിടെ 1-ന്റെ 14-ാമത്തെ വാക്യത്തിലും 2-ന്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിലും വിശേഷിച്ച് 5-ാം വാക്യത്തിലും 2-ന്റെ 16-ാം വാക്യത്തിലുമായി ഈ 3 വാക്യങ്ങളിൽ ഇന്നലെയും നമ്മൾ ശ്രദ്ധിച്ചിരുന്നതാണ്. ദൂതന്മാരെ മനുഷ്യരെയും തമ്മിൽ താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ 5-ാമത്തെ വാക്യത്തിൽ മാത്രമാണ് മനുഷ്യരെക്കാൾ അല്പം ശ്രേഷ്ഠമായ നിലകളിൽ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ ആണ് ദൂതന്മാരെക്കാൾ അല്പം താണവരായി മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ അല്പം ഉയർന്നവരായി ദൂതന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് അവരുടെ ഘടനയിലാണെന്ന് നമ്മൾ കണ്ടു. സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അസ്തിത്വം അല്ലെങ്കിൽ ആസ്തികതയുമായി ബന്ധപ്പെട്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ ഒരല്പം മാത്രം താഴ്ത്തി ദൈവീകമായ പല ക്വാളിറ്റീസ്, ഗുണഗണങ്ങളും മനുഷ്യനിൽ വിക്ഷേപിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാമെന്ന് ഞാൻ കരുതുന്നു. ദൈവ സ്വരൂപം എന്നതിനെ സംബന്ധിച്ച് വിശദമായൊരു പഠനമല്ല, ഈ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട
ചില അടിസ്ഥാനപരമായ ചിന്തകൾ മാത്രം. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഈ വാക്യങ്ങളുടെ വ്യാഖ്യാനത്തിലേക്ക് പോകാം. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവം ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എന്ന പ്രയോഗം. സ്തോത്രം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ. ആ ഭാവി ലോകം ഏതാണ് എന്ന ചോദ്യവും നമുക്കിടയിൽ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അതിന് ഉത്തരവും കാണുകയുണ്ടായി. ഒന്നും കൂടെ പറഞ്ഞു പോകുന്നു, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. നാം എന്നതിൽ രണ്ടർത്ഥങ്ങൾ നമുക്കെടുക്കാം. പൊതുവായി ഇത് എബ്രായർക്കുള്ള ലേഖനമായതുകൊണ്ട് എബ്രായ ലോകം, നാം എന്നതിന് എബ്രായ ലോകം എന്നൊരർത്ഥവും കൊടുക്കാം. രണ്ടാമത് ഈ നാം എന്നതിന് കൊടുക്കുന്ന വിവക്ഷ ക്രൈസ്തവ ലോകം എന്നുള്ളതുമാണ്. എബ്രായ ലോകം അഥവാ യഹൂദ ലോകം ഒരു ഭാവിയെക്കുറിച്ച് പ്രത്യാശ ഉള്ളവരായിരുന്നു. ആ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ രണ്ട് തരം ചിന്താഗതികൾ യഹൂദന്മാർക്കിടയിൽ നിലനിന്നിരുന്നു. ഒന്ന് വേദപുസ്തക പ്രകാരമുള്ള ഒരു ചിന്താഗതി, മറ്റൊന്ന് വേദപുസ്തക ചിന്താഗതികളോട് വളരെ സാമീപ്യം പുലർത്തുന്ന, വളരെ സാദൃശ്യമുള്ള അപ്പോക്കാലിപ്റ്റിക് തോട്ട്സ്. അപ്പോക്കാലിപ്റ്റിക്, അതും ഭാവിപരം അല്ലെങ്കിൽ വരും ലോകത്തെ സംബന്ധിക്കുന്നത് എന്ന് തന്നെയാണ് അർത്ഥം. വെളിപ്പാട് സംബന്ധം, അപ്പോക്കാലിപ്സിസ് എന്നാണല്ലോ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പേര്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. മറ നീക്കുക എന്നാണ് അർത്ഥം. ഭാവികാലം, ഭാവികാലത്തെ സംബന്ധിക്കുന്ന ഒരു പ്രയോഗമാണത്, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ. വേദപുസ്തകത്തിന് പുറത്തും അങ്ങനെയുള്ള ഒത്തിരി സാഹിത്യ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനതിനെ രണ്ട് എന്ന നിലയിൽ പറഞ്ഞത്. ഒന്ന് ബൈബിൾ, നമ്മുടെ ബൈബിൾ അഥവാ യഹൂദ ബൈബിൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ നിയമം പറയുന്ന ഭാവി ലോകത്തിൻ്റെ പ്രത്യാശ. ഉദാഹരണത്തിന് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഭാവി ലോകം, പഴയ നിയമത്തിൽ പോലും വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഭാവി ലോകം മശിഹൈക രാഷ്ട്രമാണ്, മെസ്സിയാനിക് കിങ്ഡമാണ്. മെസ്സിയാനിക് കിങ്ഡം, മഷിഹാ സാമ്രാജ്യം. യേശു അഥവാ യേശു എന്ന ചിന്താഗതി ആദിമ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. യേശു ആരാണെന്നും ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. യേശു എന്ന പേര് യോശുവ എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടെ യേശു എന്ന മറിയയുടെ മകനായി ജനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇമ്മാനുവേൽ എന്ന പേര് കാണാം, എന്നാൽ മറിയയോടാണല്ലോ നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് ദൂതൻ പറയുന്നത്. യോശുവയുടെ അർത്ഥവും അതുതന്നെയാണ്, യേശുവ. ഇന്ന് ഉള്ള പല പാട്ടുകളിലും യേശുവാ യേശുവാ എന്ന്, പ്രത്യേകിച്ച് ഹിന്ദിയിൽ യേശുവാ എന്നുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ പൊതുവെ ആൾക്കാർ ആ പാട്ട് പാടുന്നത് യേശു ആ, ഹിന്ദിയിൽ ആ എന്ന് പറഞ്ഞാൽ വരിക, യേശു ആ, യേശുവേ വരണമേ എന്നുള്ള നിലയിലാണ് ആ പാട്ട് പാടുന്നത്. എന്നാൽ ഇംഗ്ലീഷിലും യേശു ആ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. മലയാളത്തിലും അതിൻ്റെ പരിഭാഷകളുണ്ട്. യേശുവിൻ്റെ പേരാണ് യേശുവ അല്ലെങ്കിൽ യോശുവ എന്ന് ഉള്ളത്. പോകട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ യേശു എന്ന പുതിയ നിയമത്തിലെ പേര് ഈസൂസ് എന്ന് ഗ്രീക്കിൽ, അതിൻ്റെ എബ്രായ തത്തുല്യമായ പേരാണ് യേശുവ അല്ലെങ്കിൽ ജോഷുവ, യഹോഷുവ എന്നുള്ളത്. അതവിടെ ഉണ്ടെങ്കിലും യേശു എന്ന പേരിൽ ഒരു സാമ്രാജ്യ സ്ഥാപകനെയോ രാജാവിനെയോ കുറിച്ച്
നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും മശിഹ, ക്രിസ്തു, അഭിഷിക്തൻ എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മശിഹ, അഭിഷിക്തൻ എന്നൊക്കെ. പുതിയ നിയമഭാഷയിൽ ക്രിസ്റ്റോസ് അല്ലെങ്കിൽ ക്രിസ്തു, ക്രിസ്തു. അതായത് ദൈവം അയച്ചിട്ട് ദൈവത്തിൻ്റെ പകരക്കാരനായി ഒരുവൻ ഭൂമി അല്ലെങ്കിൽ ലോകത്തെ വാഴും എന്ന ഒരു ചിത്രം പഴയ നിയമത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ കാണുവാൻ സാധിക്കും. നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. ഉൽപ്പത്തി 49 അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മക്കളെ ഓരോരുത്തരെ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ 4-മനായ യഹൂദയോട് പറയുന്നത്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ അവൻ്റെ സാമ്രാജ്യത്തെ സംബന്ധിച്ച് ഒക്കെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിൽ വേദപുസ്തകപ്രകാരമുള്ള ഒരു ഭാവി ലോകം, അത് അടിസ്ഥാനപരമായി മശിഹ സാമ്രാജ്യമാണ്, മശികൈക സാമ്രാജ്യമാണ്. മശിഹ രാജാവായി വാഴുന്ന ദൈവാധിപത്യം എന്ന് നമുക്കതിനെ വിളിക്കാം. ദൈവാധിപത്യം, അതാണ് ബിബ്ലിക്കൽ എസ്കറ്റോളജി എന്ന് വിളിക്കുന്നത്. വേദപുസ്തകപ്രകാരമുള്ള ഭാവി ലോകം, വേദപുസ്തകപ്രകാരമുള്ള ഭാവി ലോകം. യഹൂദന്മാരുടെ ചിന്താഗതിയും അതുണ്ടായിരുന്നു. നമ്മളതിനെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നിന്ന് കാണുകയുണ്ടായി. ഈ അന്ത്യകാലത്ത് എന്നുള്ളതിൻ്റെ വിശദീകരണം, അന്ത്യകാലം, സ്തോത്രം. അന്ത്യകാലത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. യഹൂദന്മാരുടെ ചിന്താഗതിയിൽ മശിഹായുടെ കാലമാണ് അന്ത്യകാലം എന്ന് വിളിക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ ആദ്യ പ്രസംഗത്തിൽ പരാമർശിച്ചത്, നിങ്ങളീ കാണുന്നത്, അതായത് പരിശുദ്ധാത്മ നിറവിൽ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് യഹൂദന്മാർ അവരെ വീഞ്ഞു കുടിച്ച് മത്തരായിട്ട് ലക്കും ലഗാനുമില്ലാതെ ഏതാണ്ടൊക്കെ വിളിച്ചു പറയുകയാണെന്ന് ധരിച്ചപ്പോൾ പത്രോസ് പറഞ്ഞത്, അല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വീഞ്ഞു കുടിച്ച് മത്തരായവരല്ല ഞങ്ങൾ. പകരം യോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. എന്തായിരുന്നു പ്രവചനം? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലം. ആ അന്ത്യകാലത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. സ്തോത്രം. എന്താണ്? മശിഹായുടെ കാലം, മശിഹായുടെ കാലം. അതാണ് ബിബ്ലിക്കൽ എസ്കറ്റോളജി. സ്തോത്രം. അതാണ് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്ന ഭാവി ലോകം, ഭാവി ലോകം. അതിൽ നിന്ന് അല്പസ്വല്പം വ്യത്യാസമുള്ളതും ഏറെക്കുറെ സാമ്യമുള്ളതുമായ സാധാരണ സാഹിത്യമായിരുന്നു അക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചേഴ്സ്. ഭാവിപരമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരുന്ന ചിന്തകന്മാരുടെ ലേഖനങ്ങൾ, സാഹിത്യങ്ങൾ ഏതാണ്ട് വേദപുസ്തകപരമായ ഭാവി ലോക ചിന്തകളോട് താദാത്മ്യപ്പെടുന്നതായിരുന്നു. സ്തോത്രം. ഏതായാലും പറഞ്ഞു വന്നത്, നാം എന്ന് എബ്രായർ 2:5 പറയുന്നതിന് 2 വിവക്ഷകളാകാം. ഒന്നാമത്തെ വിവക്ഷ യഹൂദന്മാർ എന്നും 2ാമത്തെ വിവക്ഷ ക്രൈസ്തവ ലോകം എന്നും. കാരണം ഒരു ഭാവി ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഈ 2 കൂട്ടർക്കും ഉണ്ടായിരുന്നു, യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. 2 കൂട്ടരുടെയും ചിന്താഗതി ഏറെക്കുറെ ഒരുപോലെയായിരുന്നു. കാരണം യഹൂദന്റെ ഭാവി ലോകവും ക്രിസ്ത്യാനിയുടെ ഭാവി ലോകവും ഭരിക്കുന്നത് ആരാണ്? മശിഹ, മശിഹ. അപ്പോൾ മശികൈക ചിന്താഗതിയിൽ നിന്ന്, മശികൈക രാഷ്ട്ര ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ
ഭാവി ലോകത്തെ സംബന്ധിച്ചുള്ള പഠിപ്പീര് യഹൂദന്മാർക്കിടയിലും ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾക്കിടയിലും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി സാമ്യം ഈ രണ്ട് മാർഗങ്ങളിലുമുണ്ട്. യഹൂദ മതത്തിലുമുണ്ട്, ക്രൈസ്തവ മാർഗത്തിലുമുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധിക്കുമല്ലോ. യഹൂദ മതത്തിലും ക്രിസ്തീയ മാർഗത്തിലും ഈ രണ്ട് ചിന്താഗതികളും സമന്വയിച്ചു പോകുന്നു. സ്തോത്രം. കാരണം യഹൂദ മതത്തിൻ്റെ മടിയിലാണ് ക്രൈസ്തവ മാർഗം ജനിച്ചു വീണത്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ റോമ സാമ്രാജ്യം ക്രിസ്തീയ മാർഗത്തെ മറ്റൊരു മതമായി കണ്ടിരുന്നില്ല. യഹൂദ മതത്തിൻ്റെ തന്നെ ഒരു പിരിവ് എന്നു മാത്രമാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ദൈവസഭയ്ക്ക് റോമ സർക്കാരിൽ നിന്ന്, സാമ്രാജ്യത്തിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകാതെ ഇരുന്നത്. സ്തോത്രം. പോകട്ടെ, അതും നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് അവിടെ നിന്നും തിരിച്ചു വരുന്നു. ഇപ്പോൾ 2-ാം അധ്യായം, എബ്രായർ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്ന നാം പ്രസ്താവിക്കുന്ന എന്നതിലെ നാം, യഹൂദൻ, ക്രിസ്ത്യാനി എന്ന രണ്ട് വിവക്ഷകളെ ഉൾക്കൊള്ളുന്നതാണ്. കാരണം ഈ രണ്ട് കൂട്ടർക്കും ഒരു ഭാവി ലോകത്തിൻ്റെ പ്രത്യാശ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലോകം ഇങ്ങനെ തന്നെ എന്നും തുടരുകയില്ലെന്നും ഇന്നത്തേതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ക്രിസ്തു ഭരണം നടത്തുമെന്നും ഇരു കൂട്ടരും വിശ്വസിച്ചിരുന്നു. അല്പസ്വല്പ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യഹൂദൻ്റെ ഭാവി ലോകം ഒരു ഐഹിക ലോകം ആയിരുന്നു. എന്നാൽ ക്രിസ്ത്യാനിയുടെ ഭാവി ലോകം ഐഹികം അല്ല. ആ വ്യത്യാസം അവിടെ ഉണ്ട്. എന്നാൽ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ല. ഈ പുസ്തകത്തിൽ തന്നെ അവസാന സമയങ്ങളിൽ നമുക്കതേക്കുറിച്ച് പരാമർശിക്കേണ്ട ഭാഗങ്ങൾ വരും. അന്നേരം നമുക്കത് കൂടുതൽ ചിന്തിക്കാം. യഹൂദൻ ചിന്തിച്ചിരുന്നത് യഹൂദൻ്റെ രാജാവായി മശിഹ വരും. ആ മശിഹ ലോകത്തുള്ള മറ്റ് ജാതികളെയെല്ലാം യഹൂദന് കീഴാക്കി കൊടുക്കും. മശിഹായുടെ സാമ്രാജ്യത്തിന് കീഴിൽ പണ്ടത്തെ ശലോമോന്റെയോ അതിലുപരി ദാവീദിൻ്റെയോ സാമ്രാജ്യകാലം അല്ലെങ്കിൽ ഭരണകാലം പോലെ എല്ലാം ശുഭമായിരിക്കും. ഈ ഒരു ചിന്താഗതിയായിരുന്നു, ഐഹികമായ ചിന്താഗതിയായിരുന്നു പൊതുവെ അവർക്ക്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആത്മീക സാമ്രാജ്യത്തെക്കുറിച്ചാണ് ക്രിസ്ത്യാനി കാത്തിരുന്നത്. ഐഹിക രാജ്യത്തിന് വേണ്ടിയായിരുന്നില്ല. ആ ഒരു വലിയ വ്യത്യാസം തമ്മിലുണ്ടെങ്കിലും ഇരു കൂട്ടർക്കും മശിഹ ഭരിക്കുന്ന ഒരു നിത്യ രാജ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ? ശരി. ഒന്നും സ്വയം മസ്തിക ലോകം 1000 ആണ്ട് വാഴ്ച അത് തന്നെയല്ലേ? മശിഹ വാഴ്ച നമ്മൾ പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ച, അതിനുശേഷമുള്ള നിത്യവാഴ്ച. യഹൂദനെ സംബന്ധിച്ച് 1000 ആണ്ട് എന്ന ഒരു കാലക്കണക്കില്ല. ആ കാലക്കണക്ക് നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. 1000 ആണ്ട് എന്ന ഒരു വർഷക്കണക്ക് നമുക്ക് പഴയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. മശിഹ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകളായിട്ട് യഹൂദന്മാർ ആ പഴയ നിയമഭാഗങ്ങളെയൊക്കെ വിശ്വസിച്ചിരുന്നു. എന്നാൽ 1000 ആണ്ടെന്നും പറഞ്ഞ് ഒരു കാലഘട്ടം അവർക്ക് അറിയില്ലായിരുന്നു. അത് നമുക്കാണ് അറിയാവുന്നത്. കൂടാതെ അങ്ങനെ തന്നെ ആ നിത്യകാലം അങ്ങ് പോകും.
എന്നുള്ളതായിരുന്നു അവരുടെ ചിന്താഗതി. എന്നാൽ അതിനുശേഷം പുതിയ ആകാശം, പുതിയ ഭൂമി എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വെളിപ്പാടുകൾ നമുക്ക്, ദൈവസഭയ്ക്കാണ്, പുതിയ നിയമത്തിലാണ് നൽകപ്പെട്ടിട്ടുള്ളത്. പഴയ നിയമത്തിൽ ലാഞ്ചനകളുണ്ട്, എന്നാൽ അത് ആകർഷകമായ രീതിയിലോ ആഴമായ രീതിയിലോ യഹൂദന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരുടെയും ചിന്താഗതിയിൽ ഭരണം മശിഹ കൈയാളും, ഭരണം മശിഹയ്ക്ക് കൈമാറ്റപ്പെടും എന്ന് ഉണ്ടെങ്കിലും കാലക്കണക്കും നിത്യതയുടെ കാര്യങ്ങളുമൊക്കെ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യഹൂദന് ഉണ്ടായിരുന്നതിനേക്കാൾ വ്യക്തമായത് ദൈവസഭയ്ക്കാണ്. ദൈവസഭയ്ക്കുണ്ടായിരുന്ന ഈ 1000 ആണ്ടെന്ന കണക്കോ നിത്യത എന്ന ഒരു ചിന്താഗതിയോ പുതിയ വാനം, പുതിയ ഭൂമി, പുതിയ യെരുശലേം എന്നൊക്കെയുള്ള ചിന്താഗതികളോ പഴയ നിയമത്തിൽ തെളിഞ്ഞു വന്നിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഐഹികമായ സാമ്രാജ്യത്തെക്കുറിച്ച് മാത്രം, മശിഹായുടെ കാലത്തെ സമത്വസുന്ദരമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, യഹൂദന്മാർ മറ്റേവരുടെയും മുകളിൽ ഭരണം നടത്തുന്ന, മറ്റുള്ളവരെല്ലാം യഹൂദന് കീഴായിത്തീരുന്ന ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് മാത്രമാണ് അവർക്ക് ധാരണയുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണല്ലോ നമുക്കുള്ള ഈ ചിന്താഗതി. ആ വ്യത്യാസം രണ്ടിനുമുണ്ട്. അപ്പൊ യോബൽ പ്രവചനത്തിലെ ആ വാക്യം അന്ന് നിവർത്തിയായോ, അതോ ഇനിയും നിവർത്തിയാകാനുണ്ടോ? ഏതാ? അന്ത്യകാലത്ത് ആത്മാവിനെ പരുന്നത് ഓൾറെഡി നിവർത്തിയായോ, അതോ? അത് തുടങ്ങി. അന്ത്യകാലം എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഉദ്ഘാടനം പെന്തക്കോസ്ത് നാളിൽ തുടങ്ങി. ഇപ്പോഴും അതുകൊണ്ടാണ് ഇത് അന്ത്യകാലഘട്ടമെന്ന് പറയുന്നത്. മശിഹ പിറക്കുന്ന, മശിഹയുടെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടത്തെയാണ് പറയുന്നത്. അത് അന്നു മുതൽ തുടരുകയാണത്. കർത്താവിൻ്റെ വരവ് വരെ ആ കാലഘട്ടം തുടരും. ആ വാഗ്ദത്ത നിവൃത്തിയുടെ കാലഘട്ടമാണിത്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഷം അല്ല അതിൻ്റെ നിവൃത്തി. അത് ഒരു ചില ചിന്തകന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യുഗമാണ്. ഒരു യുഗം, ഒരു ഡിസ്പെൻസേഷൻ, ഒരു ഏജ്. ആ യുഗത്തിന് തുടക്കം കുറിച്ചു പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടതോടുകൂടെ. അത് തുടരുകയാണ്. അത് കർത്താവിൻ്റെ വരവ് വരെ തുടരും. ഓക്കെ. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേൽ വന്നത് മുതൽ സഭയോട് കൂടെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്നും പിതൃസന്നിധിയിലേക്ക് പോകുന്നത് വരെയുള്ള എത്ര വർഷമാണോ അത്രയും വർഷത്തെ ഒരു കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് അന്ത്യകാലം. ഇപ്പോൾ നമുക്കറിയാം 2000-ൽ പരം വർഷമായി ആ കാലം തുടങ്ങിയിട്ട്. എത്ര നാൾ തുടരുമെന്ന് നമുക്കറിയില്ല. ശരി, മറ്റൊന്നും ഇല്ലായിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് 2:5 മടങ്ങിപ്പോകാം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. സ്തോത്രം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. Therefore നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. അവിടെ നാം കാണുന്നത് For unto the angels hath he not put in subjection the world to come, whereof we speak. Whereof we speak. സ്തോത്രം. നാം പ്രസ്താവിക്കുന്ന, നാം പറയുന്ന ആ ഭാവി ലോകം എന്നാണ്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം.
ഈ ഭാവി ലോകത്തെക്കുറിച്ചും വേദചിന്തകന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. അതിൽ നമ്മുടെ അഭിപ്രായം നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. ഇപ്പോഴും നാം അതേക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ഭാവി ലോകം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം എന്നതിനെക്കുറിച്ച് വേദപഠിതാക്കൾ രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്നു. അതിൽ ഒന്ന് സഭാകാലയളവ് എന്നതാണ്. ദ ഗോസ്പൽ ഏജ്, ദ ഗോസ്പൽ ചർച്ച് എന്ന ഒരു കാലഘട്ടം. മറ്റൊന്ന് നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ, ഇന്നിപ്പോൾ സംസാരിച്ചതുപോലെ, ഭാവിയിൽ 1000 ആണ്ട് വാഴ്ച തുടങ്ങി അങ്ങോട്ടുള്ള മശിഹ കാലഘട്ടം. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ അതേ സംബന്ധിച്ചുണ്ട്. അതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത് രണ്ടാമത്തേതാണ്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം എന്നതിന് രണ്ട് അഭിപ്രായങ്ങൾ. ഒന്ന്, ഇപ്പോഴത്തെ സഭാ കാലയളവ് എന്ന ഒരു ചിന്ത ചിലർ വെച്ച് പുലർത്തുന്നു. അതിന് അവർ പറയുന്ന വ്യാഖ്യാനം, ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതിനും ദൈവമക്കളാകുന്നതിനും ഒക്കെയുള്ള അവസരം ദൂതന്മാർക്ക് ഇല്ല. ആ ഒരു കാലഘട്ടത്തെ ദൈവമക്കളായിത്തീരാൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ, യേശുക്രിസ്തുവിലൂടെ, ക്രൂശിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായി തീരുവാൻ ദൂതന്മാർക്ക് അവകാശമില്ല. 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ ഇന്നലെയും വായിച്ചു. ഒന്നും കൂടെ 16-ാം വാക്യം വായിച്ചാട്ടെ. എബ്രായർ 2:16. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. സ്തോത്രം. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല. ഈ വാക്യത്തെയും കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ആദ്യത്തെ അഭിപ്രായം പലർക്കും ഉള്ളത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത് എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സ്ഥാപിതമായ ഒരു പുതുയുഗം. നാം അറിയുന്നത് പോലെ യഹൂദന്മാരല്ലാത്തവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന ഒരു സമയം. അബ്രഹാമുമായി അക്ഷരീയ ബന്ധം, വർഗബന്ധമില്ലാത്ത, രക്തബന്ധമില്ലാത്ത നമ്മൾ ജാതികൾ, അവരും കൂടെ യേശുക്രിസ്തുവിലൂടെ ഏക ശരീരസ്ഥരും വാഗ്ദത്തങ്ങൾക്ക് പങ്കാളികളും ആയിത്തീരുന്ന ഒരു അവസ്ഥ. സ്തോത്രം. അതേ സംബന്ധിച്ചാണ് ഈ ഭാവി ലോകം എന്നതുകൊണ്ട് ചിലർ ഉദ്ദേശിക്കുന്നത്. ഭാഗികമായി ഒരുപക്ഷെ അത് ശരിയാകാം. യേശു ക്രിസ്തു വന്നതും ക്രിസ്തു ക്രൂശിൽ മരിച്ചതും ഒന്നും ആർക്ക് വേണ്ടിയല്ല? ദൂതന്മാർക്ക് വേണ്ടിയല്ല. സ്തോത്രം. നമുക്ക് വേണ്ടിയാ. യഹൂദന്മാർ നമ്മെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ചിന്താഗതി വളരെ ഹീനമായതാ. സ്തോത്രം. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ നവി മുംബൈയിൽ ഒരു ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ഇന്നലെയും ഇന്നുമായിട്ട്. അതിൽ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു അമേരിക്കയിലുള്ള ഒരു
ജൂയിഷ് അല്ലെങ്കിൽ ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എബ്രായ ഭാഷ പഠിച്ചയാളാണ്. ഞാൻ ഇന്നലെ പോയില്ല, നമ്മുടെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. എന്നാൽ പോയിട്ട് വന്നവര്, ഇന്നലെ പോയവര് എന്നോട് പറഞ്ഞു, നമ്മുടെ ചർച്ചിലെ അദ്ദേഹം ഇവിടെ ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞു, അദ്ദേഹം ആ എബ്രായ യൂണിവേഴ്സിറ്റിയിൽ എബ്രായ ഭാഷ പഠിക്കാൻ പോയത് ഒരു ജൂയിഷ് റബ്ബിയുടെ കീഴിലാണ്, ഒരു യഹൂദ റബ്ബി. അപ്പോൾ അദ്ദേഹം ആ സമയത്തും യഹൂദൻ തന്നെയാണ്, വളരെ ഓർത്തഡോക്സ് യാഥാസ്ഥിതിക യഹൂദനാണ്. ഇവിടെ വന്ന് ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ആ ദൈവദാസൻ സ്റ്റുഡൻ്റ് ആണല്ലോ. സ്റ്റുഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹം എബ്രായ ഭാഷയിലെയോ നമ്മുടെ പഴയ നിയമത്തിലെ എബ്രായ തിരുവഴുത്തിലെയോ എന്തോ സംശയം ഈ യഹൂദ റബ്ബിയോട് ചോദിച്ചു, ക്ലാസ്സിൽ ചോദിച്ചതാ. പക്ഷേ മറുപടി കൊടുക്കുന്നതിന് പകരം, അതിന് ഉത്തരം കൊടുക്കുന്നതിന് പകരം ആ യഹൂദ റബ്ബി യാഥാസ്ഥിതിക യഹൂദ ചിന്താഗതികൾ വെച്ചുകൊണ്ട് ഈ ദൈവദാസനെ വളരെ നിശിതമായി തരം താഴ്ത്തി സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ, നിങ്ങൾ ജാതീയരാണ്, തിരുവഴുത്തുകൾ ദൈവം നൽകിയത് ഞങ്ങളുടെ പക്കലാണ്. We are the custodians of the oracles of God as per Romans even chapter 3. റോമർ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസും അക്കാര്യം പറയുന്നുണ്ടല്ലോ. യഹൂദന് വല്ല വിശേഷതയുണ്ട്? എല്ലാ വിധത്തിലുമുണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെ. അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ ഈ ചോദിച്ചയാളൊരു യഹൂദനല്ല എന്ന കാരണത്താൽ, അദ്ദേഹത്തിൻ്റെ ത്വക്ക് അല്പം ഇരുണ്ടതാണെന്ന കാരണത്താൽ, തൻ്റെ രക്തം യഹൂദ രക്തമല്ലെന്ന കാരണത്താൽ, അദ്ദേഹത്തിൻ്റെ വലിയ വല്യപ്പച്ചൻ അബ്രഹാം അല്ലെന്ന കാരണത്താൽ, യഹൂദൻ വെച്ച് പുലർത്തുന്ന ചിന്താഗതിക്കനുസരിച്ച് അദ്ദേഹത്തോട് ഇടപെട്ടു എന്ന് പറഞ്ഞു. പഠിത്തം നിർത്തി അദ്ദേഹം പോയെന്നാ പറഞ്ഞേ. മതിയെന്ന്, ഇങ്ങനെ എനിക്കിനി പഠിക്കണ്ടെന്ന് പറഞ്ഞ് പോയെന്നാണ് ഞാൻ ഇന്നലെ കേട്ടത്. കാരണം യഹൂദന്റെ ചിന്താഗതി എന്താണ്? യഹൂദന്മാരല്ലാത്തവരൊക്കെ നായ്ക്കൾക്ക് തുല്യരാണെന്നാ. നമ്മളെ കാര്യം പഠിച്ചിട്ടുണ്ട്, മത്തായി 5, 6, 7 അധ്യായങ്ങൾ പഠിച്ച സമയത്ത്. യഹൂദനല്ലാത്തവനൊക്കെ നരകത്തിലെ തീ കത്തിക്കാനുള്ള വിറക് കഷ്ണമാണെന്നാണ് അവർ കരുതുന്നത്. നോൺ ജൂയിഷ് പീപ്പിൾ ആർ ജസ്റ്റ് ഫോർ ഫ്യൂവൽ ഇൻ ദ ഹെൽ. നരകത്തിലെ ഇന്ധനം മാത്രമാണ് ജാതീയന്മാർ എന്നാണ് അവർ കരുതുന്നത്. സ്ത്രീകളെക്കുറിച്ചും അവർക്ക് അങ്ങനെ തന്നെയുള്ള ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർ ദൈവത്തിനെ സ്തോത്രം ചെയ്യുമ്പോൾ പറയുന്നത്, നീ എന്നെ നായായും സ്ത്രീയായും ജനിപ്പിക്കാഞ്ഞതുകൊണ്ട് സ്തോത്രമെന്ന്. പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു നായെപ്പോലെ നരകത്തിലെ തീ കത്തിക്കൊണ്ടിരിക്കാനുള്ള വെറും വിറക് കഷ്ണം, ഇന്ധനം പോലെ മാത്രം യഹൂദൻ കരുതിയിരുന്ന, തള്ളിക്കളഞ്ഞിരുന്ന, നിസ്സാരവൽക്കരിച്ചിരുന്ന ജാതികൾക്ക് യേശുക്രിസ്തുവിലൂടെ എന്ത് ലഭിക്കുന്നു? എഫേസ്യർ 3:6, എഫേസ്യ ലേഖനം 3:6, എഫേഷ്യൻസ് 3:6. അതോ ഏതെങ്കിലും ഭാഷയിൽ വായിച്ചു? This mystery is that through the gospel the Gentiles are heirs together with Israel, members together of one body, and shares together in the promise in Christ Jesus. കണ്ടോ? ദൈവസഭ എന്ന മർമ്മത്തെ പറ്റി അവിടെ പൗലോസ് പറയുകയാണ്. This mystery is this.
Gentiles are three things. They get three things: in Christ and through the gospel. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഫ്യൂൽ ഫോർ ഹെൽ, നരകത്തിൻ്റെ ഇന്ധനം. പിന്നെ ഈക്വൽ ടു ഡോഗ്സ്, നായ്ക്കൾക്ക് തുല്യരും എന്ന് യഹൂദൻ കണക്കാക്കിയിരുന്ന ജാതികൾക്ക് യേശുവിലൂടെ ലഭിക്കുന്ന 3 പ്രധാന അനുഗ്രഹങ്ങളെ കണ്ടോ? സ്തോത്രം. സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ 3 കാര്യങ്ങൾ ജാതികൾക്ക് ലഭിക്കുന്നു. എന്തൊക്കെ? കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, members of one body, വാഗ്ദത്തത്തിന് പങ്കുചേരുക. സ്തോത്രം. ഹേസ് അവർ കൂട്ടവകാശികൾ. സ്തോത്രം. മെമ്പേഴ്സ് ഓഫ് വൺ ബോഡി, ഏക ശരീരസ്ഥർ. പാർട്ടേക്കേഴ്സ് ഓഫ് ദ കവനന്റൽ പ്രോമിസസ്, വാഗ്ദത്തങ്ങൾക്കും അവർ കൂട്ടവകാശികളാകുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ദൂതന്മാർക്കല്ല, സ്തോത്രം, പകരം നമുക്ക് അഥവാ മനുഷ്യർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന അർത്ഥമാണ് ഭാവി ലോകം എന്നതിന് കൊടുത്തിരിക്കുന്ന 2 ആശയങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാവി ലോകം, യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്ന ഒരു ഭാവി ലോകം തന്നെ, നമ്മുടെ സാധാരണ അർത്ഥത്തിലുള്ള ഭാവി ലോകം. ഇങ്ങനെ 2 അർത്ഥങ്ങൾ, 2 ആശയങ്ങൾ ഭാവി ലോകം എന്നതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തേതാണ് ഏറെ ശരിയായിട്ടുള്ളതും നമ്മൾ ഉൾക്കൊള്ളുന്നതും. സ്തോത്രം. അതിൽ ഒരു ചോദ്യം വന്നത്, ഡസ് ദ യൂസേജ് ഡോഗ്സ് മെൻ ഹോമോസെക്ഷൽസ് ഓർ മിയർ ഡോഗ്സ്? മിയർ ഡോഗ്സ്. ദിസ് യൂസേജ് ഡസൻറ്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഹോമോസെക്ഷൽസ്. ഈ ഒരു പ്രയോഗം യഹൂദന്മാർ നടത്തിക്കൊണ്ടിരുന്നതിന് നായ്ക്കൾ എന്ന നിലയിൽ തന്നെയാണ്, അക്ഷരീയ അർത്ഥമാണ് അതിനവിടെ ഉള്ളത്. അങ്ങനെ എന്താണ് പറയുന്നത്, വിലക്കപ്പെട്ട, നിഷേധിക്കപ്പെട്ട മൃഗങ്ങൾ എന്ന അർത്ഥം, മൃഗമെന്ന അർത്ഥമാണ് നായ്ക്കൾക്കുള്ളത്. അതുകൊണ്ട് ആ പഴയ നിയമത്തിലും പറഞ്ഞത് നായുടെ വിലയും വേശ്യയുടെ കൂലിയും ദേവാലയ ഭണ്ഡാരത്തിൽ ഇടരുതെന്ന്. ഒരു ഹീനജീവിയായിട്ടാണ് യഹൂദൻ നായ്ക്കളെ കാണുന്നത്. ആ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നാം 2 ഭാവി ലോകം എന്ന 2 പ്രയോഗങ്ങൾ നമ്മൾ അവിടെ നിന്നും മനസ്സിലാക്കി. സ്തോത്രം. ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ആ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥവും നമ്മൾ ഇന്നലെ കണ്ടു. സ്തോത്രം. ഭാവി ലോകത്ത് ഭരണം നടത്തുന്നത് ദൂതന്മാരായിരിക്കില്ല. യഹൂദന്മാർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. ആൻ ഏഞ്ചലിക് ഡോമിനേറ്റഡ് ഫ്യൂച്ചർ വേൾഡ്. സ്തോത്രം. ദൂതന്മാരുടെ ആധിപത്യമുള്ള ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ലോകം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, ഭാവി ലോകത്തെ ഭരണകർത്താക്കൾ മനുഷ്യരായിരിക്കും, ദൂതന്മാരായിരിക്കില്ല. 1000 ആണ്ട് വാഴ്ചയിലെ ഭരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു.
യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളും വാഴും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതായതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഇവിടെ ഇനിയും ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഇനിയല്ല, സാധാരണ മനുഷ്യരല്ല, യേശുക്രിസ്തു മശിഹ തന്നെ ഭരണം നടത്തുമെന്നുള്ളതിനും നമുക്കവിടെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ എടുത്തു പറയുന്നതായി മനസ്സിലാക്കാൻ പ്രയാസമില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന കീഴാക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഭാവി ലോകത്ത് മനുഷ്യർക്ക് ലഭിക്കുന്ന ഭരണ പങ്കാളിത്വത്തെ കുറിക്കുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. അതാണ് 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. സ്തോത്രം. For unto the angels hath he not put in subjection the world to come whereof we speak. അപ്പോൾ ഭാവി ലോകത്തെ ഭരണം ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനുള്ളവർ നടത്തും. ദൂതന്മാർ ഭരിക്കുന്ന ഒരു ലോകമല്ല നമ്മൾ കാത്തിരിക്കുന്നത്. മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന യേശുക്രിസ്തു രാജാധിരാജാവോ, അവനോടുകൂടെ ക്രിസ്തുവിൻ്റെ വിശ്വസ്തന്മാരും വിശുദ്ധന്മാരും നാടുവാഴികളുമായി ഭരിക്കുന്ന ഒരു ഭാവി ലോകമാണ് വേദപുസ്തകം നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. അതേ സംബന്ധിച്ചാണ് എബ്രായർ 2-ന്റെ 5-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ബാക്കി തിങ്കളാഴ്ച നമുക്ക് ചിന്തിക്കാം. 6-ാം വാക്യത്തിലേക്ക് നമുക്ക് തിങ്കളാഴ്ച പോകാം. യേശുക്രിസ്തുവിലൂടെ ആ സ്ത്രീ പറഞ്ഞ യഹൂദന്മാരുടെ അഭിപ്രായത്തെ ഒരു ഇന്ത്യക്കാരനല്ലേ, കേരളക്കാരൻ ബാബു ജോൺ വേട്ടമല. അതെ, അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ കാര്യം ഡോക്ടറാണ്. തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിപ്പോ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് യൂട്യൂബിലുണ്ട്. ഇത് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 2 ദിവസത്തേക്ക് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭ്യമായ ഈ ഭാഗ്യകരമായ അനുഭവത്തിനായി, കൂട്ടവകാശത്തിനായി, വാഗ്ദത്തത്തിലെ പങ്കാളിത്വത്തിനായി സ്തോത്രം. ഏക ശരീരാവസ്ഥയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഇനിയും ക്രിസ്തുവിനോടുകൂടെ മശിഹൈക സാമ്രാജ്യത്തിലും നമ്മൾ രാജാക്കന്മാരായിരിക്കും എന്നുള്ളതിനാൽ ആ വലിയ പ്രത്യാശയോടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം മുൻപോട്ട് ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.